ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ സ്റ്റഫ്ഡ് ഡോണറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് അവധിക്കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളും ഇത് കഴിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/3 കപ്പ് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദ മാവൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഓയിൽ ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് സ്റ്റിക്കായിട്ടുള്ള രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കയ്യിലൊട്ടുന്ന പരുവത്തിലായിരിക്കണം മാവ്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവി 1 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി മൂടി വയ്ക്കാം. ചൂടായ എണ്ണയിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കുക. പൊടിയായി അരിഞ്ഞ സവാള, പച്ചമുളക് ചേർത്ത് സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നിറം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും പുഴുങ്ങി പൊടിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ പുഴുങ്ങിയത് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ചേർത്തിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതെല്ലാം നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 18 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ബാറ്റർ റെഡിയായാൽ നോക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിലെ എയറൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമ്മൾ പതിയെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഷേപ്പൊന്നും വേണ്ട, കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. റൗണ്ട് ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പതിയെ പരത്തിയതിന് ശേഷം ഓരോ ചിക്കൻ ബോൾസും എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും ഈ മാവ്. നമ്മളുടെ ഡോണറ്റ് ബാറ്റർ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഒരു ഡോണറ്റ് നമ്മൾ ചിക്കൻ സ്റ്റഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും സ്റ്റഫ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാറ്റർ വലിച്ച് നീട്ടിയെടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ആ മാവ് കൊണ്ട് 15 ഡോണറ്റാണ് സ്റ്റഫ് ചെയ്തെടുത്തത്. ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ ഓരോ ഉരുളയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഉരുളകൾ സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്ത് മൊരിയാത്ത ഭാഗമൊക്കെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഞാൻ 5 എണ്ണം വീതമാണ് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. 15 ഡോണറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 ഫില്ലിങ് ബാക്കി വന്നത് ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. നമുക്ക് പിന്നീട് അത് കട്ട്ലറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ഡോണറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചിക്കൻ ഐറ്റം ആയതുകൊണ്ട് കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അവർ പ്ലേറ്റ് കാലിയാക്കി തരും, പെട്ടെന്ന് കാലിയാക്കി തരും. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായി കഴിക്കും. വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല പഞ്ഞി പോലത്തെ സ്റ്റഫ്ഡ് ഡോണറ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.